ഈശോയിലെ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ രണ്ട് വായനകളിലും നമ്മൾ വായിച്ചു കേട്ടതിന്റെ ഒരു സാരാംശം ഇതാണ്: നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും എന്നുണ്ടെങ്കിലും ഇന്നത്തെ സുവിശേഷഭാഗത്തിൽ ഈശോ പറയുകയാണ്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവനാണ് രക്ഷ പ്രാപിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരെ ഈശോ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ജനത്തിനെതിരായും രാജ്യത്തിനെതിരായിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, പല സ്ഥലങ്ങളിലും ഭൂകമ്പങ്ങളും മറ്റ് പല പീഡനങ്ങളും ഉണ്ടാകും. അവർ നിങ്ങളെ എന്തായാലും പീഡിപ്പിക്കും. എൻ്റെ നാമം നിമിത്തം പല ജനങ്ങളും അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും, അവർ നിങ്ങളെ പീഡിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ വിശ്വാസ ജീവിതത്തിൽ ഒരാൾക്ക് ഉണ്ടാകാവുന്നതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈശോ പറയുകയാണ്. അവർ നിങ്ങളെ വധിക്കും എന്നൊക്കെ എന്നിട്ടും ഈശോ ഏറ്റവും ഒടുവിൽ പറയുകയാണ്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ വചനഭാഗങ്ങൾ രണ്ടും വായിച്ചു കഴിയുമ്പോൾ, ഇന്നത്തെ ഒന്നാമത്തെ ലേഖന ഭാഗമായിക്കോട്ടെ സുവിശേഷ ഭാഗമായിക്കോട്ടെ, ഇത് രണ്ടും വായിച്ചു കഴിയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ടുള്ള ഒരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഒരു വിശ്വാസിയായിട്ട് ഞാൻ ഇന്ന് ജീവിക്കുമ്പോൾ ഈശോ പറയുന്ന ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഞാൻ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവുകയില്ല. പക്ഷെ എങ്കിൽ പോലും ഈശോ പറയണ ഏറ്റവും മോശം അവസ്ഥ വന്നാൽ പോലും നീ വിശ്വാസം ഉപേക്ഷിക്കരുത് എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും എത്ര വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും എൻ്റെ വിശ്വാസ ജീവിതത്തെ ബാധിക്കാതെ വിശ്വാസത്തിൽ എന്നും നിലനിൽക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.